ഒരു സർക്കാർ ജോലി അത് ഭൂരിഭാഗം മനുഷ്യരുടെയും ഒരു വലിയ സ്വപ്നമാണ്. എന്നാൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനൊടുവിൽ അതൊരു പണിയായി മാറിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെ പണി കിട്ടിയ ഒരു മനുഷ്യൻ തെലങ്കാനയിലുണ്ട്. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി കിട്ടിയ അമീൻ അഹമ്മദ് അൻസാരിക്കാണ് ജോലി കിട്ടിയതോടെ കഴുത്തുവേദന തുടങ്ങിയത്. 6 അടി 6 ഇഞ്ച് ഉയരമുള്ള അൻസാരി ബസിന്റെ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തല ബസിന്റെ മുകളിൽ തട്ടും. അതുകൊണ്ട് തല എപ്പോഴും താഴ്ത്തി തന്നെ വേണം നടക്കാൻ. ഇതോടെ കഴുത്തുവേദനയും തുടങ്ങി. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഇതെന്തായാലും വല്ലാത്തൊരു പണിയായി പോയി. നമ്മുടെ എല്ലാവരുടെയും മിക്ക ആളുകളുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു സർക്കാർ ജോലി എന്നുള്ളത്. പഠിക്കുന്ന കാലം മുതൽ തന്നെ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നവർ എന്നൊക്കെ അങ്ങനെ പറയുന്ന ആളുകൾ വരെയുണ്ട്. അപ്പൊ ആഗ്രഹിച്ച് മോഹിച്ച് ജോലി കിട്ടിയിട്ട് അതിങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാകും. എന്നിട്ട് അവസാനം എന്തുണ്ടായി? ഇതിനൊരു ബദൽ മാർഗം സ്വീകരിച്ചു ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ ഇതിന് അവസാനം ഉണ്ടായതും. ഹിമ, നമ്മൾ ഈ ശാരീരിക പരിമിതികൾ ആളുകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ചിലർക്ക് തടിയാവാം, ചിലർക്ക് പൊക്കല്യായാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾക്ക് അനുഭവിക്കാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൊക്കം വളരെയധികം കൂടി അതൊരു പണിയായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ്. അമീൻ അഹമ്മദ് അൻസാരി എന്നാണ് അയാളുടെ പേര്. അയാൾ തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ TGSRTCയിലെ കണ്ടക്ടറാണ്. 6.5 അടിയോളം പൊക്കമുണ്ട് അയാൾക്ക്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഈ സർവീസിലുണ്ട്. ആദ്യം സർവീസിൽ കയറി വലിയ താമസമില്ലാതെ അദ്ദേഹത്തിന് കഴുത്തുവേദന വല്ലാതെ അനുഭവപ്പെട്ട് തുടങ്ങിയാണ്. കാരണം എന്താ വെച്ചാൽ ബസ്സിന് ഒരു പരിധിയുണ്ടല്ലോ, പൊക്കത്തിന് ഒരു പരിധിയുണ്ടല്ലോ. പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പൊക്കം കാരണം ഇദ്ദേഹത്തിന് കഴുത്ത് പലപ്പോഴും കുനിച്ചിങ്ങനെ നിൽക്കേണ്ടി വരികയാണ്. അതായത് നമ്മൾ ഈ കണ്ടക്ടർമാരുടെ ജോലിയുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എപ്പോഴും ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടിക്കറ്റ് പിരിക്കണം, അല്ലെങ്കിൽ പൈസ മേടിച്ച് ടിക്കറ്റ് കൊടുക്കണം. ഒരു വല്ലാത്ത പണിയാണ്. ഏതായാലും ഇയാൾക്ക് ഇങ്ങനെ കഴുത്തിങ്ങനെ വെട്ടിച്ച് നടന്ന് അല്ലെങ്കിൽ തല മുട്ടാതിരിക്കാൻ കുനിഞ്ഞ് നടന്ന് കഴുത്തിന് ഭയങ്കര വേദനയായി. ഏതായാലും ഇയാൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഈ TGSRTC അധികൃതർ ഇയാൾക്ക് 1 വർഷത്തേക്ക് മറ്റു ജോലികൾ, അതായത് ടിക്കറ്റ്, വിദ്യാർത്ഥി പാസ് നൽകുക, കൺസെഷൻ പാസ് നൽകുക തുടങ്ങിയ ജോലികൾ നൽകി. പക്ഷേ ആ 1 വർഷം കാലാവധി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും സർവീസിൽ കയറേണ്ടി വന്നു. സർവീസിൽ കയറി വലിയ താമസമില്ലാണ്ട് വീണ്ടും പഴയ ബുദ്ധിമുട്ടുകൾ ഇയാൾക്ക് തുടങ്ങി. ഏതായാലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ പങ്കുവച്ചോടുകൂടി തന്നെ TGSRTCയുടെ MDയുടെ കണ്ണിൽ ഈ കാര്യങ്ങൾ പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന് വീണ്ടും ഇപ്പോൾ മറ്റു ജോലികളിലേക്ക് സ്ഥിരമായി നിയമനം നൽകാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടക്ടർ ജോലിയിൽ നിന്ന് മാറ്റി മറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് മാറിയിരിക്കുകയാണ്. ഏതായാലും ഒരു മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള നടപടിയാണ് ഈ തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഒരു പൊക്കം വല്ലാതെ പൊല്ലാപ്പായി. പൊക്കം വല്ലാതെ പണിയായ ഒരു വാർത്തയായിരുന്നു അത്. പക്ഷെ അതിന് അവസാനം ഒരു സന്തോഷമുള്ള നടപടിയിലേക്ക് തന്നെയാണ്, ഒരു മനുഷ്യത്വപൂർണ്ണമായ നടപടിയിലേക്ക് തന്നെയാണ് ഉദ്യോഗസ്ഥരെത്തിയത്.